Good morning, students. Happy New Year. Yesterday we discussed the first part of the topic objectives of auditing. The objectives of auditing mainly classified into two categories, that is primary objectives and secondary objectives. Okay. And in secondary objectives we discussed that detection and prevention of errors and detection and prevention of fraud. Yesterday we discussed in a detailed manner, that is detection and prevention of errors. There are two type of errors, that is clerical errors and technical errors. Okay. Under clerical errors, it covers errors of omission, errors of commission and compensating errors. All these parts are discussed in yesterday's class. And today we are moving location of errors. Okay, location of errors. ഒരു ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പർപ്പസ് ചെയ്യുന്ന സമയത്ത് അതായത് എറേഴ്സുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് എറേഴ്സിനെ ലൊക്കേറ്റ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ലൊക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് പോസിബിൾ ആകുന്നത്, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദി ലൊക്കേഷൻ ഓഫ് എറർ ഈസ് നോട്ട് ദ അൾട്ടിമേറ്റ് ഡ്യൂട്ടി ഓഫ് ആൻ ഓഡിറ്റർ. ഒരിക്കലും ഓഡിറ്ററുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ, അതല്ലെങ്കിൽ ഒരു പ്രൈമറി ഡ്യൂട്ടി അല്ല, അല്ലേ? നമ്മൾ ഇന്നലെ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്നത് സെക്കൻഡറി ഡ്യൂട്ടിയിലാണ് നമ്മൾ പറഞ്ഞത്, അല്ലേ? സെക്കൻഡറി ഒബ്ജക്റ്റീവിൻ്റെ ക്ലാസിഫിക്കേഷനിലാണ് ഇതെന്ന് പറഞ്ഞത് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈമറി ഡ്യൂട്ടി അല്ല ഏതെന്ന് പറയുന്നത് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു ഓഡിറ്റർ ഇത്തരത്തിലുള്ള എറേഴ്സ് നടന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടി വരുന്നത്? ഇൻ ദ കേസ് ഓഫ് ദാറ്റ് ഈസ് ഇഫ് ദ ട്രയൽ ബാലൻസ് ഡസ് നോട്ട് എഗ്രി, ദാറ്റ് മീൻസ് ട്രയൽ ബാലൻസിൻ്റെ രണ്ട് സൈഡും ഈക്വൽ ആവുന്നില്ല. അങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഒരു ഓഡിറ്ററെ സംബന്ധിച്ചിടത്തോളം ഏതിലേക്ക് പോവേണ്ടി വരും? എറേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളൊരു പ്രോസസ്സിലേക്ക് പോവേണ്ടി വരും. ഓക്കെ, ദെൻ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരു ഓഡിറ്റർ എറേഴ്സ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ബിസിനസ്സിനകത്ത്, അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് എറേഴ്സ് വന്നിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത്. അതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് ചെക്ക് ദ ടോട്ടൽസ് ഓഫ് ട്രയൽ ബാലൻസ്. ഫസ്റ്റ് തന്നെ എന്താ ചെയ്യേണ്ടത്? ട്രയൽ ബാലൻസ് എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് ട്രയൽ ബാലൻസിൻ്റെ രണ്ട് സൈഡും ഈക്വൽ ആകുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി നോക്കുക, ട്രയൽ ബാലൻസ് ഈക്വൽ ആയി എന്ന് വിചാരിക്കുക. അതായത് ട്രയൽ ബാലൻസിൻ്റെ രണ്ട് സൈഡും സെയിം എമൗണ്ട് തന്നെയാണ് കാണിക്കുന്നത്. ആ കേസിൽ അവിടെ എറേഴ്സ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ട്രയൽ ബാലൻസ് എഗ്രി ചെയ്തു എന്നുള്ളത് എന്തല്ല, എറേഴ്സ് വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റില്ല. ഓക്കെ, സോ ഫസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ചെക്ക് ദ ടോട്ടൽസ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൻ്റെ ടോട്ടൽ എമൗണ്ടുകൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ദെൻ ചെക്ക് ദ ടോട്ടൽസ് ഓഫ് ഓൾ ബുക്സ് വിത്ത് ഒറിജിനൽ എൻട്രി. നമുക്കറിയാം എന്താണ്, ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ദേ വിൽ കീപ്പ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അല്ലേ? പലതരത്തിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. സോ ആ ബുക്സിനകത്ത് കൊടുത്തിട്ടുള്ള ടോട്ടൽ എമൗണ്ടും അതുപോലെ തന്നെ അതിൻ്റെ ഒറിജിനൽ എൻട്രിയും തമ്മിൽ കമ്പയർ ചെയ്യുക. അതായത് ബുക്സ് ഓഫ് അക്കൗണ്ടിൻ്റെ ടോട്ടൽ എമൗണ്ട് തന്നെയാണോ ബിസിനസ്സിൻ്റെ ഒറിജിനൽ എൻട്രിയിൽ, അതായത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യുക, കറക്റ്റ് കമ്പയർ ചെയ്ത് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു അക്കൗണ്ടിൻ്റെ ടോട്ടൽ എമൗണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്നത് 1 lakh rupees-ഉം ബട്ട് ഇറ്റ് ഈസ് റെക്കോർഡഡ് 90,000 ഇൻ ഒറിജിനൽ എൻട്രി. സോ ദർ വിൽ ബി എ ഡിഫറൻസ് ഓഫ് 10,000 rupees. അങ്ങനെ വരാൻ പാടില്ല. പോയിന്റ് ഓക്കെ ആണോ? സോ അത് ചെക്ക് ചെയ്യണം, അത് കമ്പയർ ചെയ്യണം. Then compare the names of accounts in the ledger with the names of the accounts shown in trial balance. ഒന്നുമില്ല, നമ്മൾ പല പല ലെഡ്ജറുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ലെഡ്ജറിൻ്റെ എല്ലാ നെയിമും ട്രയൽ ബാലൻസിൽ വന്നിട്ടുണ്ടോ, അതല്ലെങ്കിൽ ട്രയൽ ബാലൻസിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് നെയിംസ് മാറ്റി എഴുതിയിട്ടുണ്ടോ, അതിനകത്ത് വരുന്ന സെയിം എമൗണ്ട് തന്നെയാണോ ട്രയൽ ബാലൻസിലോട്ട് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ളത്, അത് ചെക്ക് ചെയ്യാം.
പോയിന്റ് ഓക്കെ ആണോ? കമ്പയർ ദ നെയിംസ് ഓഫ് അക്കൗണ്ട്സ് ഇൻ ദ ലെഡ്ജർ വിത്ത് ദ നെയിംസ് ഓഫ് ദി അക്കൗണ്ട്സ് ഷോൺ ഇൻ ട്രയൽ ബാലൻസ്. ഇപ്പോൾ ലെഡ്ജർ ഒരു 15 ലെഡ്ജർ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ 15 ലെഡ്ജറിൻ്റെ സെയിം നെയിമിൽ തന്നെയാണോ ട്രയൽ ബാലൻസിൽ എൻ്റർ ചെയ്തിട്ടുള്ളത്, സെയിം എമൗണ്ടിൽ തന്നെയാണോ ട്രയൽ ബാലൻസിൽ എൻ്റർ ചെയ്തിട്ടുള്ളത്, അത് ചെക്ക് ചെയ്യാം. ഓക്കെ. Then he should check journal in the journal proper and its posting to the ledger. നമുക്കറിയാം ജേണൽ അതായത് ഒരു ബിസിനസ്സിനകത്ത് ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻസ് അറൈസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് എൻ്റർ ചെയ്യുന്ന ബുക്കാണ് ഏതെന്ന് പറയുന്നത്, ജേണൽ എന്ന് പറയുന്നത് അല്ലേ. സോ ജേണൽ എന്ന് പറയുന്നത് ഡേ ബുക്കാണ്. സോ ആ ജേണലിലും ജേണൽ പ്രോപ്പറിലും ബേസ് ചെയ്തിട്ട് തന്നെയാണോ നമ്മൾ ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. എല്ലാ ട്രാൻസാക്ഷൻസിനും ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ, ദാറ്റ് മീൻസ് എല്ലാ അക്കൗണ്ട്സും ഓപ്പൺ ചെയ്തിട്ടുണ്ടോ, സെയിം എമൗണ്ട് തന്നെയാണോ എൻ്റർ ചെയ്തിട്ടുള്ളത്, ഇത് ചെക്ക് ചെയ്തിരിക്കണം. Then he should check the total list of debtors and creditors and compare them with the trial balance. ഓക്കെ. ബിസിനസ്സിനകത്ത് ആ ഒരു പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൽ അറൈസ് ചെയ്ത ടോട്ടൽ നമ്പർ ഓഫ് ഡെപ്റ്റേഴ്സ് എത്രയാണ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ടോട്ടൽ നമ്പർ ഓഫ് ക്രെഡിറ്റേഴ്സ് എത്രയാണ്, ദെൻ അതിനകത്ത് കാണിച്ചിട്ടുള്ള സെയിം എമൗണ്ട് തന്നെയാണോ ട്രയൽ ബാലൻസിൽ ഡെപ്റ്റേഴ്സായും ക്രെഡിറ്റേഴ്സായും കൊടുത്തിട്ടുള്ളത്, ഇതെന്ത് ചെയ്തിരിക്കണം, ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ. സോ അതിനകത്ത് എന്തെങ്കിലും വേരിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിനകത്ത് കൊടുത്ത സെയിം എമൗണ്ട് അല്ല ട്രയൽ ബാലൻസിൽ ഡെപ്റ്റേഴ്സിൻ്റെ നേരെ കിടക്കുന്നതെങ്കിൽ ദർ ഈസ് സം ഡിഫറൻസ്. പോയിന്റ് ഓക്കെ ആണോ? സോ അത് ചെക്ക് ചെയ്തിരിക്കണം. Then, if the books are maintained as the self-balancing system, error can be located with the exhaustive scrutiny of the books of accounts. അതായത് ബിസിനസ്സിനകത്ത് ഇപ്പോൾ ശ്രദ്ധിക്കുക, സെൽഫ് ബാലൻസിങ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുന്നതോടുകൂടി അതിൻ്റെ വർക്ക് കഴിയാണ്. ഓക്കെ. സോ സെൽഫ് ബാലൻസിങ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എറേഴ്സ് കണ്ടുപിടിക്കാൻ എന്തായിരിക്കും, ഓഡിറ്ററെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട്. സോ ആ കേസിൽ എക്സ്ഹോസ്റ്റീവ് സ്ക്രൂട്ടിനി നടത്തണം എന്നാണ് പറയുന്നത്. ബുക്സ് ഓഫ് അക്കൗണ്ടിൻ്റെ എക്സ്ഹോസ്റ്റീവ് സ്ക്രൂട്ടിനി നടത്തണം. എന്താണ് ഈ എക്സ്ഹോസ്റ്റീവ് സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ? സമ്പൂർണമായ അല്ലെങ്കിൽ തളർത്തുന്ന, അതായത് കീൻ ഒബ്സർവേഷൻ നടത്തിയിരിക്കണം. ഓക്കെ. ഇൻഡെപ്ത് ഒബ്സർവേഷൻ നടത്തിയിരിക്കണം, ഇൻഡെപ്ത് അനാലിസിസ് നടത്തിയിരിക്കണം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ബുക്സ് ഓഫ് അക്കൗണ്ട്, എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ടും ഇൻഡെപ്ത് ഒബ്സർവേഷൻ നടത്തിയിരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ compare the items in the trial balance with the items of the trial balance of previous year to see if any item has been omitted. ഒന്നുമില്ല, നമ്മളിപ്പോൾ കൺസേൺഡ് ഫിനാൻഷ്യൽ ഇയറിലെ ട്രയൽ ബാലൻസിലെ ഐറ്റംസ് ഏതുമായിട്ട് കമ്പയർ ചെയ്യണം? പ്രീവിയസ് ഇയറിലെ ട്രയൽ ബാലൻസുമായിട്ട് കമ്പയർ ചെയ്യണം. അതെന്തിനു വേണ്ടിയിട്ടാണ്? അതായത് അത് പ്രീവിയസ് ഇയറിൽ റെക്കോർഡ് ചെയ്ത ഒരു കാര്യം നമ്മൾ ഈ ഇയറിൽ, അതായത് നമ്മുടെ കൺസേൺഡ് ഫിനാൻഷ്യൽ ഇയറിൽ റെക്കോർഡ് ചെയ്തിട്ടില്ലേ, വല്ലതും മറന്നു പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പോയിന്റ് ഓക്കെ ആണോ? സോ പ്രസൻറ്റ് ട്രയൽ ബാലൻസിന് എന്ത് ചെയ്യണം? പ്രീവിയസ് ഇയർ ട്രയൽ ബാലൻസുമായിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. ദെൻ ഇഫ് എ ഡിഫറൻസ് ഇൻ ട്രയൽ ബാലൻസ് ഇൻവോൾവിംഗ് റൗണ്ട് സം ആസ് 10, 100, 1000, 10,000 എക്സെട്ര, ഇറ്റ് മേ ബി ഡ്യൂ ടു റോങ് ടോട്ടലിംഗ്. ഒന്നുമില്ല, ഇപ്പോൾ ഇത്തരത്തിലുള്ള ഇപ്പോൾ ട്രയൽ ബാലൻസും അക്കൗണ്ടും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 10 രൂപയുടെ ഡിഫറൻസ് അല്ലെങ്കിൽ 100 രൂപയുടെ ഡിഫറൻസ്, 1000 റുപ്പീസിൻ്റെ ഡിഫറൻസ്, ഇങ്ങനെയുള്ള ഡെസിമലിലാണ് ഡിഫറൻസ് വരുന്നതെങ്കിൽ അത് എന്ത് കാരണമാണ്? റോങ് ടോട്ടലിംഗ് ആണ് കാരണം. ഓക്കെ. അപ്പോൾ അവിടുത്തെ എറർ എന്ന് പറയുന്നത് എന്താണ്? റോങ് ടോട്ടലിംഗ് ആണ്. നമ്മൾ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് വരുന്ന ചെറിയ മിസ്റ്റേക്കുകളാണ് ഇത്തരത്തിലുള്ള എറേഴ്സിന് എന്ത് ചെയ്യുന്നത്? കാരണമാകുന്നത്. പോയിന്റ് ഓക്കെ ആണോ? സോ റോങ് ടോട്ടലിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു തരത്തിലുള്ള എററാണ്. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? ഇത്തരത്തിലുള്ള ഡിഫറൻസുകൾ വരുമ്പോഴാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. Then, if an error amount is divisible by 9, it may be due to displacement of transposition of the figures. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 27 എന്നുള്ളതിന് പകരം 72 ആക്കി എഴുതിയിട്ടുണ്ട്, 54 എന്നുള്ളതിന് പകരം 45 ആക്കി എഴുതിയിട്ടുണ്ട്. ഓക്കെ. സോ ഇത്തരത്തിലുള്ള 18 എന്നുള്ളതിന് പകരം 81 എന്ന് എഴുതിയിട്ടുണ്ട്, തിരിച്ചു വരിക. 18 പകരം 81 തിരിച്ചിടുക, പിന്നെ 54 പകരം 45 ഇങ്ങനെ തിരിച്ചിടുക.
ഇതെല്ലാം എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ട്രാൻസ്പൊസിഷൻ ഓഫ് ഫിഗേഴ്സ് ആണ്. അപ്പോൾ 8 ഇടേണ്ട സ്ഥാനത്ത് 1 ഇട്ട്, 1 ഇടേണ്ട സ്ഥാനത്ത് 8 ഇട്ട്. ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്പൊസിഷൻ ഓഫ് ട്രാൻസ്പൊസിഷൻ എന്ന് പറയുന്നത്. ഇതും ബിസിനസ്സിനകത്ത് സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു എററാണ്. ഓക്കെ, സോ ഇതും ആർക്ക് കണ്ടുപിടിക്കാൻ പെട്ടെന്ന് സാധിക്കും? ഒരു ഓഡിറ്ററെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് സാധിക്കുമെന്നാണ് പറയുന്നത്. Then the figures which appear to be doubtful and are struck off for some intentional purpose should be checked carefully, and the auditor should also go beyond the books of accounts and call for explanation from the person concerned. അതായത് ഇപ്പോൾ ബിസിനസ്സിനകത്ത് ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ ഓഡിറ്റർ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇൻറ്റൻഷണൽ പർപ്പസുമായി വന്നിട്ടുള്ള കുറേ ഡൗട്ട്സ് വന്നിട്ടുണ്ട്. അതായത് ഓഡിറ്റർക്ക് ഫീൽ ചെയ്യാണ്, okay, that is there is something is happened by the persons, or it may be from the part of the employees or from the part of the managers, whatever may be, or who but that is whatever may be the causes. He feels that is something is happened in the organization, some mismatch is there, or some doubtful figures are there. അങ്ങനെ തോന്നുകയാണ് ഓഡിറ്റർക്ക്. ഈ ഫിഗേഴ്സുകൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്തോ അസാധാരണമായ കാര്യങ്ങൾ ഫീൽ ചെയ്യാണ്. ഓക്കെ, ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എറൈസ് ചെയ്യാണ്. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഹി ഷുഡ് ബി ചെക്ക് കെയർഫുള്ളി. അത്തരത്തിൽ തോന്നുന്ന ഫിഗേഴ്സിനെ, അത്തരത്തിൽ തോന്നുന്ന അക്കൗണ്ട്സിനെ എന്ത് ചെയ്തിരിക്കണം? കെയർഫുൾ ചെക്കിങ് നടത്തിയിരിക്കണം. അതായത് ഒന്നുകൂടി എന്ത് കൊടുക്കണം? ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇൻഡെപ്ത് ആയിക്കൊണ്ടുള്ള ചെക്കിങ് നടത്തിയിരിക്കണം. Okay, the auditor should also go beyond the books of accounts and call for explanation from the person concerned. അങ്ങനെ വല്ലതും തോന്നിക്കഴിഞ്ഞാൽ ബുക്സ് ഓഫ് അക്കൗണ്ടിന് പുറമെ, അതായത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾക്ക് പുറമെ അയാൾ എന്ത് തേടണം? എക്സ്പ്ലനേഷൻ തേടണം. എക്സ്പ്ലനേഷൻ തേടാൻ വേണ്ടി ആരാണോ കൺസേൺഡ് പാർട്ടീസ് അവരുമായിട്ട് എന്ത് ചെയ്യണം? എക്സ്പ്ലനേഷൻ കേൾക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അവരുടെ വാക്കിൽ നിന്ന്, അവരുടെ എക്സ്പ്ലനേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുന്നുണ്ടോ, എന്തെങ്കിലും എന്താ പറയുക ചേർച്ചയില്ലായ്മ തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പലതരത്തിലുള്ള എറേഴ്സും ആ ഓർഗനൈസേഷനകത്ത് നടന്നിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഒരു ഓഡിറ്ററെ സംബന്ധിച്ചിടത്തോളം അതെന്തായിരിക്കും? ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ആയിരിക്കും. ഓക്കെ, സോ അത്തരത്തിലുള്ള, അതായത് എന്തെങ്കിലും ഇൻറ്റൻഷണൽ പർപ്പസിന് വേണ്ടി ആരെങ്കിലും ഫിഗേഴ്സിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഓഡിറ്റർ എങ്ങനെ കണ്ടുപിടിക്കും? വളരെ കെയർഫുൾ ആയിക്കൊണ്ടുള്ള ഇൻഡെപ്ത് ചെക്കിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആണ്. ഇത്രയും സമയം നമ്മൾ പറഞ്ഞത് എന്താണ്? എങ്ങനെയാണ് എറേഴ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഓക്കെ, സാധാരണയായി എറേഴ്സിനെ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും? അതാണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആണ്. അതായത് ഒരു ഓഡിറ്റർ പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്നതിൽ എന്താണ് ചെയ്യാനുള്ളത്? ഓക്കെ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് ദ പ്രൈമറി ഒബ്ജക്റ്റ് ഓഫ് ഓഡിറ്റിംഗ്. ഒരു ഓഡിറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് അല്ല ഏതെന്ന് പറയുന്നത്? പ്രിവെൻഷൻ ഓഫ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓഡിറ്ററുടെ പ്രൈമറി ഡ്യൂട്ടി അല്ല ഏത്? പ്രിവെൻഷൻ ഓഫ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഓഡിറ്റർ വിൽ നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ്ഡ് ഇൻ പ്രിവെൻഷൻ ഓഫ് എറേഴ്സ്. പ്രിവെൻഷൻ ഓഫ് എറേഴ്സിൽ, അതായത് എറേഴ്സ് പ്രിവെൻറ്റ് ചെയ്യുന്നതിൽ ഓഡിറ്റർ എന്ത് ചെയ്യാറില്ല? ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്യാറില്ല. ഓക്കെ, അതായത് it will be possible with the consult of it will be possible through the consult with management. മാനേജ്മെൻറ്റുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ആ രീതിയിൽ എൻ്റർ ചെയ്യാറുള്ളൂ, ഓഡിറ്റർ എൻ്റർ ചെയ്യാറുള്ളൂ. പോയിന്റ് ഓക്കെ ആണോ? ദെൻ the responsibility of the auditor rests with management. ഓക്കെ, മാനേജ്മെൻറ്റിൻ്റെ കൂടെ മാത്രമേ ആർക്ക് ഇതിനുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളൂ? ഓഡിറ്റർക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. ദെൻ he will informs the weakness of internal check system and inadequacy in accountancy informs. അതായത് എന്ത് പറഞ്ഞു കൊടുക്കും മാനേജ്മെൻറ്റിന്? ഇത്തരത്തിലുള്ള ഇൻറ്റേർണൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട്, ഇതൊക്കെയാണ് ഈ ഓർഗനൈസേഷനിൻ്റെ വീക്ക്നെസ്സുകൾ എന്ന് പറയുന്നത്. സോ ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം, അതായത് ഇൻറ്റേർണൽ സിസ്റ്റം ഒന്നുകൂടി ഇമ്പ്രൂവ് ആകണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസിന് എന്ത് ചെയ്യണം? ഓവർകം ചെയ്യണം.
ഓക്കെ, അതെല്ലാം ആരോടത്ത് പറഞ്ഞു കൊടുക്കും? മാനേജ്മെൻറ്റിന് പറഞ്ഞു കൊടുക്കും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇനാഡിക്വസി ഇൻ അക്കൗണ്ടൻസി ഇൻ ഫേംസ്, ആ ഒരു ബിസിനസ്സിനകത്ത് ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ വരുന്ന ഇനാഡിക്വസി, ഓക്കെ, എന്തൊക്കെ കുറവുകളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണുള്ളത്, മെത്തേഡ്സ് ഫോളോ ചെയ്യുന്നതിൽ ചേഞ്ചസ് വരുത്തണോ, ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആർക്ക് ഇൻഫോർമേഷൻ കൊടുക്കും? മാനേജ്മെൻറ്റിന് ഇൻഫോർമേഷൻ കൊടുക്കും. Then auditor can recommend the method for improvement in internal control system and accounting. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? ഇത്തരത്തിലുള്ള, അതായത് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റവുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ അക്കൗണ്ടിങ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടോ ആ ഒരു ഓർഗനൈസേഷനിനകത്ത് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെത്തേഡുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇഷ്യൂസിനെ, പ്രോബ്ലംസിനെ ഓവർകം ചെയ്യാനുള്ള കുറച്ച് മെഷേഴ്സ് ആര് റെക്കമെൻഡ് ചെയ്യാറുണ്ട്? ഓഡിറ്റർ ആ ഒരു ബിസിനസ്സിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇതിനകത്ത് പ്രിവെൻഷൻ ഓഫ് എറർ എന്ന് പറയുമ്പോൾ അത് ഓഡിറ്റർ മാത്രം ചെയ്യുന്ന ഒരു എന്തല്ല, ഡ്യൂട്ടി അല്ല. ഓക്കെ, ഇറ്റ് വിൽ ബി പോസിബിൾ ത്രൂ ദ കൺസെപ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റും കൂടി ഇൻക്ലൂഡഡ് ആയിക്കൊണ്ടേ എന്ത് നടത്താൻ പറ്റുള്ളൂ? പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്ന കാര്യം നടത്താൻ പറ്റുള്ളൂ. ഓഡിറ്റർ എന്ത് മാത്രമേ ചെയ്യുള്ളൂ? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനകത്തുണ്ട്, ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം എന്താണ്, വീക്കാണ്, അതല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ബിസിനസ്സിനകത്ത് നിലനിൽക്കുന്നുണ്ട്, സോ ഇത്തരം കാര്യങ്ങളിൽ ചേഞ്ച് വരുത്തണം. അതേപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സിസ്റ്റം ചേഞ്ച് വരുത്താനുണ്ട്, അതിനകത്ത് ഇന്ന മെത്തേഡ്സുകളിൽ പ്രോബ്ലംസ് ഉണ്ട്, സോ ആ മെത്തേഡ്സ് മാറ്റിക്കൊണ്ട് എന്ത് ചെയ്യാം? പുതിയ മെത്തേഡ്സിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സോ ഏതൊക്കെ മെത്തേഡ്സാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇത്തരം കാര്യങ്ങൾ മാനേജ്മെൻറ്റിന് ഇൻഫോം ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ആർക്ക് വരുന്നത്? ഒരു ഓഡിറ്റർക്ക് ഓഡിറ്റിങ്ങിൻ്റെ ലാസ്റ്റിൽ വരുന്നത്, റിഗാർഡിംഗ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്നതിൽ. ഓക്കെ ആണോ സ്റ്റുഡൻസ്? ഓക്കെ, സോ ടുഡേ